അമേരിക്കയും ചൈനയെയും പോലും ആശങ്കപ്പെടുത്തുന്ന നിലയിലാണ് പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത്. ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. സൗദി അറേബ്യ ഉൾപ്പെടെ 6 രാജ്യങ്ങൾ ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുകയാണ്. 6 രാജ്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഇന്തോനേഷ്യക്ക് അസ്ത്ര മിസൈൽ കൊടുക്കാനുള്ള കരാറായതിന് തൊട്ട് പിന്നാലെ 6 രാജ്യങ്ങളാണ് ഇപ്പോ ഈ ഒരു മിസൈൽ ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ അസ്ത്ര മിസൈൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് സൗദിയുടെ ഇതിലെ താല്പര്യം? സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു ഡിഫൻസ് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തതാണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം സൗദിയെ ആക്രമിച്ചാൽ സൗദിയുടെ കൂടെ നിന്ന് പാകിസ്ഥാൻ ആ രാജ്യത്തെ നേരിടും. ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യ പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് ആ രാജ്യത്തെ നേരിടും. ഇങ്ങനെ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു. പക്ഷെ ഇത് സൈൻ ചെയ്തതിന് ശേഷം പലതവണ സൗദിയുടെ നേരെ ആക്രമണം നടന്നു. ഇറാനാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത്. പിന്നീട് യമൻ ആക്രമണം നടത്തി. ഈ സമയത്തെല്ലാം കൂടെ നിന്ന് ആക്രമിക്കും എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട പാകിസ്ഥാനെ ആ പരിസരത്ത് കാണാനില്ല. പാകിസ്ഥാൻ മുങ്ങി. അതായത് പാകിസ്ഥാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇത്തരം കരാറുകൾ ഒപ്പിടാനും യുദ്ധസമയത്ത് സഹായിക്കാനൊന്നും പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല. ഇത് മനസ്സിലാക്കുന്ന സൗദി പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കാൻ UAE പോലെ തന്നെ തീരുമാനിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൗദിക്ക് ബ്രഹ്മോസ് മിസൈൽ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യയുടെ പല ആയുധങ്ങളും ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങണമെന്നുണ്ടായിരുന്നു. പിനാക റോക്കറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അമേരിക്ക കണ്ണുരുട്ടി. കാരണം അമേരിക്കൻ ആയുധങ്ങൾ മാത്രം വാങ്ങിയാൽ മതി എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. സൗദിയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ആയുധങ്ങൾ വിറ്റഴിക്കാൻ കൊള്ളാവുന്ന സമ്പന്നരാണ്. അവര് വേറെ ആരുടെ അടുത്ത് നിന്ന് ആയുധങ്ങളൊന്നും വാങ്ങുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അമേരിക്ക കണ്ണുരുട്ടിയാൽ സൗദി മിണ്ടാതെ ഒതുങ്ങിയിരിക്കും. ഇത് കുറെ കാലമായിട്ട് നടക്കുന്ന കാര്യമാണ്. രണ്ടാമത് സൗദിയുടെ പ്രശ്നം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പെടുന്ന രാജ്യമാണല്ലോ പാകിസ്ഥാൻ. രണ്ടാമത് ആണവ ആയുധമുള്ള ഒരു ഇസ്ലാമിക രാജ്യമാണ്. സോ പാകിസ്ഥാനെ അനാവശ്യമായിട്ട് പിണക്കണ്ട എന്ന് സൗദി കണക്കാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ സൗദിക്ക് മനസ്സിലായി, സൗദിക്ക് 4 ഭാഗത്തു നിന്ന് അടി കിട്ടുമ്പോൾ സഹായിക്കാൻ ആരുമില്ല. അമേരിക്കൻ ആയുധങ്ങൾ പലയിടങ്ങളിലും ഫെയിൽ ആവുന്നുണ്ട്. സോ US മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പാകിസ്ഥാനോടുള്ള ബന്ധം മോശമാകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുമായിട്ടൊരു അകൽച്ച കാണിക്കേണ്ട കാര്യമില്ല എന്ന് സൗദി മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യൻ ആയുധങ്ങൾ കൊള്ളാവുന്ന ആയുധങ്ങളാണെന്നും ലോകത്ത് അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന മികച്ച ആയുധങ്ങളാണെന്നും ഇന്ന് ലോക രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നത്. സോ ഇപ്പോ സൗദി, അർമേനിയ അടക്കം വിയറ്റ്നാം, മലേഷ്യ അടക്കമുള്ള 6ലധികം രാജ്യങ്ങൾ ഇന്ത്യയുടെ അസ്ത്ര മിസൈല് വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ഈ അസ്ത്ര മിസൈൽ എന്ന് പറയുന്നത് ചില്ലറ മിസൈലൊന്നും അല്ല. ശബ്ദത്തെക്കാൾ 4.5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണിത്. ശത്രു വിമാനങ്ങളെ പൈലറ്റിന്റെ കണ്ണിൽ പെടാത്ത 80 മുതൽ 110 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് തന്നെ കൃത്യമായി തകർക്കാൻ അസ്ത്ര മിസൈലിന്, അസ്ത്ര 1 മാർക്ക് 1 മിസൈലിന് കഴിയും. ഇതിന്റെ മാർക്ക് 2, മാർക്ക് 3 ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മാർക്ക് 1ന് തന്നെ 110 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പൈലറ്റിന് കാണാൻ കഴിയാത്ത ശത്രു വിമാനങ്ങളെ പോലും തകർക്കാൻ കഴിയും. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു മിസൈലാണിത്. ഇതിന്റെ അടുത്ത വേരിയന്റുകൾക്ക് 160 കിലോമീറ്ററും 350 കിലോമീറ്ററും 400 കിലോമീറ്ററും വരെയൊക്കെ ദൂരപരിധിയിൽ വരുന്ന വിമാനങ്ങളെ വരെ തകർക്കാൻ കഴിയും. സോ അത്രയും മികച്ചൊരു സീരീസ് ആണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 20 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ വരെ കൃത്യമായി ഭേദിക്കാൻ ഇതിന് ശേഷിയുണ്ട്. മിസൈലിന് സ്വന്തമായിട്ട് ഒരു ആക്റ്റീവ് റഡാർ സീക്കർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മികച്ചൊരു മിസൈലാണ്. ശത്രു വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ജാമറുകളെയും റഡാർ തടസ്സങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ഈ മിസൈലിന് കഴിയും. പാതയിൽ വെച്ച് ദിശ മാറ്റി ഓടിയെത്താൻ ശ്രമിക്കുന്ന അതിവേഗ പോർ വിമാനങ്ങളെ പോലും പിന്തുടർന്ന് തകർക്കാൻ അസ്ത്രയ്ക്ക് ശേഷിയുണ്ട്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമാനമായ പ്രമുഖ മിസൈലുകളോട് കിടപിടിക്കുന്നതാണ് ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ. അതേസമയം തന്നെ ഈ അമേരിക്കൻ യൂറോപ്യൻ മിസൈലുകളെക്കാൾ 60 മുതൽ 70% വരെ കുറഞ്ഞ ചിലവിലാണ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നത്. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, മിസൈലുകൾ ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം നൽകുന്നുമുണ്ട്. അസ്ത്രയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുകയില്ലാത്ത സോളിഡ് റോക്കറ്റ് മോട്ടോറുകളാണ്. മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പുകയുടെ പാടുകൾ ഇത് സൃഷ്ടിക്കില്ല. അതിനാൽ ശത്രു വിമാനങ്ങൾക്ക് മിസൈൽ വരുന്നത് എവിടെ നിന്നാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. റഷ്യൻ നിർമ്മിത സുഖോയ് 30 MKI, MiG-29 പോലെയുള്ള വിമാനങ്ങളിലും ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള തേജസ് വിമാനങ്ങളിലും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ ഒരുപോലെ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും. റഷ്യൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പല വിദേശ രാജ്യങ്ങൾക്കും, അതായത് ഇന്തോനേഷ്യ, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് തങ്ങളുടെ പോർവിമാനങ്ങൾക്കായിട്ട് പാശ്ചാത്യ മിസൈലുകൾക്ക് പകരം എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇന്ത്യയുടെ അസ്ത്ര.
ലോകത്തിലെ ഏറ്റവും മുൻനിര എയർ ടു എയർ മിസൈലുകളുടെ സാങ്കേതിക വിദ്യ വളരെ കുറഞ്ഞ ചെലവില് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യതയോടെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് അസ്ത്രയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുന്നത്. ഈ മിസൈലുകൾ സ്വന്തമാക്കാൻ UAEയും ഇന്തോനേഷ്യയും മാത്രമല്ല ഇപ്പൊ സൗദി അറേബ്യയും ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്സിൽ US പോലെയാണ് വളരുന്നത്. US പോലെ എന്ന് പറയാൻ കാരണം ഒന്നിലധികം രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ ചൈനയുടെ എക്സ്പോർട്സ് എന്ന് പറയുന്നത് മെജോറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ്. അതായത് പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ചൈനീസ് ആയുധങ്ങൾ വാങ്ങുന്നത്. പിന്നീട് കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളും 1-2 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളൊക്കെ കുറച്ച് ആയുധങ്ങളൊക്കെ ചെറിയ രീതിയിൽ വാങ്ങുന്നുണ്ട്. മെയിനായിട്ട് പാകിസ്ഥാനാണ് ചൈനീസ് ആയുധങ്ങൾ വാങ്ങുന്നത്. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നിരവധി രാജ്യങ്ങളാണ്. അതും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഇപ്പൊ ഇന്തോനേഷ്യ ആയിക്കോട്ടെ, അർമേനിയ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം ആയിക്കോട്ടെ, ഫിലിപ്പീൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളാണ് വാങ്ങുന്നത്. അതിൽ തന്നെ ഇന്ത്യയുടെ ഒരു ആയുധം വാങ്ങിയ രാജ്യം തന്നെ ഇന്ത്യയുടെ മറ്റ് ആയുധങ്ങളും നിരന്തരമായിട്ട് വാങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ ആയുധങ്ങളിൽ രാജ്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നതാണ്. ഉദാഹരണത്തിന് അർമേനിയയുടെ കാര്യം എടുക്കാം. അർമേനിയ ഇന്ത്യയുടെ അടുത്ത് നിന്ന് ആകാശ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വാങ്ങിയിട്ടുണ്ട്. പിന്നീട് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങി. സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ വാങ്ങി. 15mm അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റംസ് വാങ്ങി. അതുപോലെ തന്നെ സെൻ ആന്റി ഡ്രോൺ സിസ്റ്റംസ് വാങ്ങി. ഇപ്പോൾ അവര് ബ്രഹ്മോസ് മിസൈലുകളും അതുപോലെ തന്നെ അസ്ത്ര മിസൈലുകളും വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് ഒരായുധം വാങ്ങിയ രാജ്യം കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ എക്സ്പോർട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുമല്ല. വളരെ ശക്തമായ രാജ്യങ്ങൾ പോലും ഇന്ത്യൻ ആയുധങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. സോ ഇത് ഒരു ആയുധ വ്യാപാര ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ സൗദി പോലുള്ള ഒരു അറബ് രാജ്യം പോലും പരമ്പരാഗതമായി US വെപ്പൺസ് പൈസ നോക്കാതെ വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യം പോലും ഇന്ത്യയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അത് വിലക്കുറവ് മാത്രമല്ല, ക്വാളിറ്റി കൂടി ഒരു കാരണമാണ്. അതും പാകിസ്ഥാൻ പിണങ്ങിയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഇന്ത്യയുമായിട്ട് സൗദി ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.